ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണോ? അപ്പം ഞാനും ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിന്ന് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ, ഈ ഒരു പൊരി വെയിലത്ത് നമുക്ക് നമ്മുടെ സ്കിന്നിന് സംരക്ഷിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന ഒരു കാലമാണ്, ഒരു കാലാവസ്ഥയാണ് ഇപ്പോഴത്തെ. ഭയങ്കര ചൂടാണല്ലോ എല്ലായിടും. അപ്പം നമുക്ക് വെയിൽ കൊള്ളുന്നതിന് മുമ്പായിട്ട്, നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നതിന് മുമ്പായിട്ടും നമ്മൾ വീട്ടിലേക്ക് വെയിൽ കൊണ്ടിട്ട് കയറി വന്നു കഴിഞ്ഞും നമുക്ക് നമ്മുടെ ഫേസിനെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു ടോണറുമായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് വെച്ച് താമസിപ്പിക്കേണ്ട, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് രേഷ്മ. ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഇടുന്നതെന്ന് പറഞ്ഞാൽ എൻ്റേതായ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു പാചക രീതികളും പിന്നെ എൻ്റേതായ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ബ്യൂട്ടി ടിപ്പുകളും ഒക്കെയാണ് ഞാൻ ഇടുന്നത്. അപ്പം എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് തൊട്ടടുത്തൊരു ബെല്ലൈക്കണുണ്ട്, അതുകൂടി ഒന്ന് ഓണാക്കിയേ. അപ്പം ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അതിനുവേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് വെച്ച് താമസിപ്പിക്കേണ്ട, ഈ ടോണർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന്. അപ്പം ഞാൻ ഈ ടോണറിന് വേണ്ടി എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ക്യാരറ്റിൻ്റെ പകുതിയും ഒരു വലിയ കുക്കുംബറിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി കളഞ്ഞോ തൊലി കളയാതെയോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ എടുക്കുക. അത് കഴുകി വൃത്തിയാക്കി തന്നെ എടുക്കുക. ഇത് രണ്ടും മാത്രമല്ല, നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് ഒന്നും കൂടി ഉണ്ട്. ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സിയിലിട്ട് അരയ്ക്കാം. വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് അരച്ചെടുത്തിട്ട് ഒരു കോട്ടൺ തുണിയിലോ അല്ലെ അരിപ്പയിലോ വെച്ച് പിഴിഞ്ഞെടുക്കാം. ജ്യൂസ് എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഒരു നാരങ്ങയുടെ പകുതി ജ്യൂസ് എടുത്തിട്ട് നമുക്ക് ചേർക്കാം കേട്ടോ. അന്ന് ചേർത്തിട്ട് ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കൊരു സ്പ്രേ ബോട്ടിലിനകത്ത് ആക്കണം. ഇത് നമുക്ക് ഒരാഴ്ചത്തേക്ക് തന്നെ നമ്മുടെ സ്പ്രേ ചെയ്യാനുള്ളതുണ്ട്. അപ്പം നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള ചെയ്താൽ മതി. കാരണം ഇത് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യേണ്ടതാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ ഇത് കേടായിപ്പോവും. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, നമ്മുടെ ഈ ടോണർ ഉണ്ടാക്കുന്നതും ഒക്കെ കണ്ടല്ലോ. അപ്പോൾ ഇതാണ് സാധനം. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തന്നെ യൂസ് ചെയ്യണം, ഇല്ലെങ്കിൽ ഇത് കേടായി പോവും. ഇത് നമ്മൾ എടുക്കുമ്പോൾ ഒന്ന് ഷേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സ്പ്രേ ചെയ്യാം. എന്നുണ്ട് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫേസിലേക്ക് ഇടുമ്പോൾ തന്നെ എന്താ ഒരു കുളിർമ. ആഹാ, ഇത്രയേ ഉള്ളൂ. ഇതങ്ങ് അബ്സർവ് ആയി പോയിക്കോളും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഈ ഒരു പൊരി വെയിലത്ത് ഇറങ്ങാനും അതേപോലെ തന്നെ തിരിച്ചു വരികയും ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടോണറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻറ്റിൽ കൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ, താങ്ക് യു.